ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇത് ഞാൻ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. നേരത്തെ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് മാത്രമേ ഇതെന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ, അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഹോട്ടലാണ് ഞങ്ങൾ താമസിക്കാനായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഹോട്ടൽ ദ്രാവിഡർ പള്ളിയോട് ചേർന്ന് നിൽക്കുന്നൊരു ഹോട്ടൽ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെ. അപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്കത്. അപ്പം എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വിചാരിക്കും ഈ ഹോട്ടലിൽ ബുക്ക് ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ ഒരു സമയത്ത് ഞങ്ങൾക്ക് കിട്ടാറില്ല, അത്രയും തിരക്കാണ്. പക്ഷേ വേറെ ഹോട്ടലിൽ ഞങ്ങൾ ബുക്ക് ചെയ്താൽ പോലും ഫുഡ് അടിക്കുന്നത് ഈ ഹോട്ടലിൽ നിന്നായിരിക്കും, അത്രയും നല്ല ഫുഡാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് സ്റ്റേ ചെയ്ത് നോക്കണമെന്ന്. ഫൈനലി എന്തായാലും ഞങ്ങൾക്ക് ഈ ഹോട്ടൽ ഞങ്ങൾക്ക് കിട്ടിയത് വിചാരിച്ച പോലെ തന്നെ നല്ല റൂമായിരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ അവിടെ ചെന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളിലെ കല്യാണങ്ങൾക്ക് സദ്യ കഴിക്കുന്നതാണ്, തൊട്ട് ബാക്കിൽ ഒരാൾ ഒന്നിങ്ങനെ സീറ്റ് പിടിച്ച് നിൽക്കുന്ന കണക്കൊരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് സ്വസ്ഥമായിട്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഈ റൂം എടുത്ത് നല്ല ആസ്വദിച്ചായിരുന്നു ഇവിടെ ഫുഡ് അടിയായിരുന്നു. ഇവിടെ പൊന്നൂസ് പിന്നെ വന്ന പാട് തന്നെ എല്ലാം വലിച്ചു വാരി ഇടാനുള്ള പ്ലാനിങ് ആയിരുന്നു. അവൾ ചെക്ക് ചെയ്യായിരുന്നു എനിക്ക് പറ്റിയ എന്തെല്ലാം കാര്യങ്ങളോടെ ഉണ്ടായിരുന്നെന്ന്. വിചാരിച്ച പോലെ തന്നെ എനിക്ക് നല്ല 8ന്റെ പണിയാണ് അവൾ തന്നത്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല ഉഗ്രം പണി എനിക്ക് അവൾക്ക് തന്നു. പൊന്നൂസേ, പൊന്നു, ഇതെന്തോ ചെയ്തിട്ടേക്കുന്ന ഇവിടെ? എല്ലാം വാരിപ്പറക്കി അതിനകത്ത് നീയല്ലേ തള്ളിയിട്ടെ? ഹലോ, അപ്പം ഇതാണ് നമ്മൾ റൂമിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ റൂം ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇനി ഒന്നിപ്പോൾ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബാക്കി വീഡിയോസ് എടുക്കാം. കോലം കണ്ടില്ലേ എല്ലാം ഒരുമാതിരി ഇരിക്കുന്നു. അപ്പം ഫ്രഷ് ആയിട്ട് ബാക്കി വീഡിയോസ് വന്ന ഉടനെ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും. വന്ന ഉടനെ പൊന്നൂസിന് ഭാഗം എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ഇനി ഇറങ്ങുന്നോളൂ. ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിലോട്ട് ഇറങ്ങുന്നോളൂ. ഇനി ബാക്കി വീഡിയോസൊക്കെ പള്ളിയിൽ പോയി കാണിച്ചു തരാം. ഓക്കെ ദെൻ ബൈ. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട്. ഞാൻ എവിടെ ചെന്നാലും ബിരിയാണി വിട്ടൊരു കളി എനിക്കില്ല. ചേട്ടൻ മീൽസാണ് പറഞ്ഞത്, പൊന്നൂസിനോട് കണക്കാക്കിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ പള്ളിയിലേക്ക് ഇറങ്ങിയത്. പൊന്നൂസ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പള്ളിയിൽ പോകാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നത്. ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പള്ളിയിലോട്ട് ഇറങ്ങാനായിട്ട്. പക്ഷേ പാവം ഈ ചിരിയും കളിയും കുറച്ച് കഴിയുമ്പോൾ കരച്ചിലായിട്ട് മാറുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്കും സങ്കടമുണ്ട്. പക്ഷേ നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. ഇതിപ്പോൾ എത്രാമത്തെ ട്രിപ്പാണെന്നറിയാം ഞങ്ങൾ വരുന്നത് ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാണ്. പൊന്നൂന് കാതുകുത്താൻ പോവാണേ. വേണ്ട, ഇല്ല, തീർന്ന്. ദാ മുട്ടായി തീർന്ന്. പിടിച്ചോ. തീർന്ന്. പൊന്നൂസിന് ഇപ്പം നിങ്ങൾ കണ്ടത് അവൾക്ക് ഒരു കാത് കുത്തുന്ന വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം അതിനുള്ള ശക്തി എനിക്ക് കിട്ടിയോളായിരുന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല പൊന്നൂസ് കരയുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ആളൊരു വല്ലാത്ത കരച്ചിലോട്ടൊക്കെ പോയി. അപ്പോൾ രണ്ടാമത്തെ കാത് കുത്തുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലും മോളെടുത്ത് പോയി അവളുടെ കരച്ചിൽ മാറ്റാൻ നോക്കുമായിരുന്നു. ആദ്യമൊക്കെ ആൾ നല്ല ഹാപ്പിയായി. കാരണം ഞങ്ങൾ വീട്ടിൽ വെച്ചേ പറഞ്ഞു കൊടുക്കുമായിരുന്നു, പൊന്നൂസെ ഇങ്ങനെ ഒരു അങ്കിളായിരിക്കും നമുക്ക് കാത് കുത്തി തരുന്നത്, ഇങ്ങനെ മടിയിലിരുത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആദ്യമേ ആൾ കുറച്ച് സൈലൻ്റ് ആയിട്ടിരുന്നത്. പക്ഷെ പിന്നെ ആയപ്പോഴത്തേനും അങ്ങ് കൈ വിട്ടുപോയത്. പിന്നെ അതുകൊണ്ട് ആ ഒരു കാത് കുത്തുന്ന വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ.
ഇവിടെ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. കാരണം വേളാങ്കണ്ണിയിൽ വരാത്ത ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് കാണട്ടെന്ന് എടുക്കണമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇവിടെ വീഡിയോസും ഫോട്ടോസൊന്നും അലൗഡ് അല്ലായിരുന്നു. എൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കറക്റ്റായിട്ട് പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇത്രയൊക്കെ നമുക്ക് പള്ളിയിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് റൂമിലോട്ട് വന്ന് നല്ല ടയേർഡായിരുന്നു. അങ്ങനെ റൂമിൽ വന്ന് പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവിടെ പോയി താഴെ പോയി റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാനൊന്നും തോന്നിയില്ല. അവിടെ തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡിന് വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഐസ്ക്രീം ഒക്കെ കഴിക്കുക. പക്ഷേ ഐസ്ക്രീം കഴിക്കുന്നതൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഒരു കയ്യിൽ പൊന്നൂസ് ഒരു കയ്യിൽ ഐസ്ക്രീം. അപ്പോൾ ഫോണൊന്നും എടുക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് റൂമിൽ കുറച്ച് മേടിച്ചിട്ട് വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊന്നൂസിനുള്ള ഫുഡ് പാവ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങ് വിട്ടു. കഴിച്ച് ശീലിക്കേണ്ട ഇങ്ങനെയൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇന്നത്തേക്ക് ഇത്രയും വിശേഷങ്ങളേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ദെൻ ബൈ.